ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇന്ത്യയിൽ ലൈസൻസ് ഉണ്ട്, ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുത്തിട്ടില്ല ഇതുവരെ. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ലൈസൻസ് ഉണ്ട്, സൗദി ലൈസൻസ് ഉണ്ടായിരുന്നു, UK ലൈസൻസ് ഉണ്ട്. അപ്പൊ ഏതായിരിക്കും അച്ഛന് ഈസി ആയിട്ട് തോന്നിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞത്? ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാ രാജ്യത്തും അതിൻ്റെതായ റൂൾസ് ഉണ്ടല്ലോ. പക്ഷേ ഇന്ത്യയിലെ ലൈസൻസ് ആണ് നമുക്ക് ഏറ്റവും ഈസി എന്ന് പറയുന്നത്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നു, ലേണേഴ്സ് എഴുതുന്നു, ലേണേഴ്സ് എഴുതി കമ്പ്യൂട്ടർ ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു 28 ദിവസം കഴിയുമ്പോൾ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും അല്ലേ? അതെ, ഇന്ത്യയിലെ ലൈസൻസ് എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഞാൻ പഠിച്ചതേ ഉള്ളൂ, റോഡിൽ ഞാൻ തനിയെ ഓടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൈ കിട്ടിയായിരുന്നു. അത്ര വലിയ ടഫായിട്ട് തോന്നില്ല, എന്നാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു ABCD അറിയാത്ത ഞാനായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. പക്ഷെ കിട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് അത്ര വലിയ ടഫായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അല്ല, ഇപ്പോഴത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗണേഷ് മന്ത്രിയായതിനു ശേഷമായിട്ട് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്ത്യൻ ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് നടന്നതിന് ശേഷം അവർ പറയും നിങ്ങളുടെ കൈ തെളിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൂടി നമ്മൾ ക്ലാസ് തരാം, മണിക്കൂറിന് ഇത്ര രൂപ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതാണ് അവിടുത്തെ ഒരു പോരായ്മയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തീർച്ചയായിട്ടും അവിടുത്തെ ലൈസൻസ് കിട്ടിയ ഒരാൾ റോഡിൽ ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വണ്ടിയുള്ള വീട്ടിലെ ആൾക്കാർ, ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യുമായിരിക്കും. അല്ലാതെ ഡ്രൈവിംഗ് അറിയാത്തൊരു വ്യക്തിക്ക് എത്ര 25 ദിവസമോ 30 ദിവസമോ ക്ലാസ്സിന് പോയെന്നും പറഞ്ഞിട്ട് ഒരിക്കലും കൈ തെളിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണം, ഞാനും ലൈസൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു. ഞാനും ഇന്ത്യൻ ലൈസൻസ് എടുത്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. എനിക്ക് നാട്ടിൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ടെസ്റ്റിനെല്ലാം തന്നെ നമ്മൾ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാർ പാസ്സാവും. പാസ്സായി കഴിഞ്ഞാൽ നേരെ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്റർ പോലും അവരെ റോഡ് ടെസ്റ്റിന് വണ്ടി ഓടിപ്പിക്കത്തില്ല. അതിനകത്ത് 2-3 പേരെ കയറ്റിയിരുത്തിയാണ് അവർ റോഡ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. അതാണ് അവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ഇറക്കി വിടും, നമ്മളെ പാസ്സായെന്ന് പറയും. ഒരുവിധം മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, അത് ഒരു ഇത് അറിയാമെന്നുള്ള എന്തൊക്കെയോ അറിയാമെന്നുള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെസ്റ്റ് പാസ്സാവും. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സൗദി ലൈസൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൗദി ലൈസൻസ് എനിക്ക് 5 days ആയിരുന്നു. ചില ആൾക്കാർക്ക് 30 days ഉണ്ട്. 30 days ഉള്ള ആൾക്കാരെ കുറച്ച് റോഡ് ഓടിപ്പിക്കാറുണ്ട്. 5 days ഉള്ള ആൾക്കാർക്ക് അങ്ങനെ അവർ റോഡ് ഓടിപ്പിക്കാറില്ല. അപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ തന്നെ നമ്മളെ ഓടിപ്പിക്കുക ചെയ്യുന്നത്. അത് സിമ്പിളാണ്. പാർക്കിംഗ് ഇടിക്കുക, സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല, ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് ഈസിയാണ്. അല്ലാത്തവർക്ക് ഇച്ചിരി പാടാണ്. അവിടെ ഒരു പാർക്കിംഗ് ആണ് അവരുടെ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഏറ്റം കയറാൻ ഫസ്റ്റ് ഇട്ട് എടുക്കേണ്ടി വരും. മാനുവൽ ആണെങ്കിൽ ഫസ്റ്റ് ഇട്ട് നമ്മൾ ഒരു ഏറ്റത്ത് കൊണ്ട് നിർത്തും. ആ ഏറ്റത്ത് നിന്ന് ഫസ്റ്റ് ഇട്ട് എടുക്കണം. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ സൗദി ലൈസൻസ്, അതിനുശേഷമാണ് അവിടെ ലേണേഴ്സ് കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യുന്നത്. അത് പാസ്സായി കഴിഞ്ഞാൽ സൗദി ലൈസൻസ് കിട്ടും. UK ലൈസൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആദ്യം തിയറി ടെസ്റ്റ് പാസ്സാവണം. തിയറി ടെസ്റ്റ് പാസ്സാവണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഇച്ചിരി കഠിനമായ പരിപാടിയാണ്. ഏതാണ്ട് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 43 ക്വസ്റ്റ്യൻ പാസ്സാവണം. എന്നാൽ മാത്രമേ തിയറി ടെസ്റ്റ് കിട്ടത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നല്ല ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ മാത്രമേ കിട്ടുന്ന ഒരു സംഭവമാണ് തിയറി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹസാഡ് ഉണ്ട്. ഹസാഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 10 ഹസാഡ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഹസാഡും പാസ്സാവേണ്ടി വരും. ഹസാഡൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാരെല്ലാം ഹസാഡ് പാസ്സാവും. ഇവിടുത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റ് അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയല്ലോ ഇപ്പൊ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ നിന്ന് 15 മിനിറ്റ് മുമ്പേ നമ്മൾ ടെസ്റ്റ് സെന്ററിൽ ചെല്ലണം. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ റിവേഴ്സ് പാർക്കിൽ എവിടെയാണോ ടെസ്റ്റിന്റെ ഒരു ബേ ഉള്ളത്, ആ ബേയിൽ റിവേഴ്സ് പാർക്ക് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന ഉടനെ നമുക്ക് അവിടെ നിന്ന് ആൾ വരും. വെഹിക്കിൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും, പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചതിന് ശേഷം നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരോട്ട് മാറി അവർ ദൂരെയുള്ള ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് വായിക്കാൻ പറയും. അപ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നു, നമ്മളെ കൊണ്ട് പോകുന്നു. അതിന് ശേഷം ഒരു ടെൽ മീ ക്വസ്റ്റ്യൻ ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വണ്ടി കയറി ഇരിക്കുന്നതിന് മുമ്പോ ചോദിക്കാം. അത് ചോദിച്ചതിന് ശേഷം നമ്മൾ എല്ലാം എന്താ പറയുന്നത്, എല്ലാ സാധാരണ രീതിയിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ വണ്ടി എടുക്കുന്നു, പോകുന്നു. ചിലപ്പം നമുക്ക് മാപ്പിട്ട് തരും. ചിലപ്പം എനിക്ക് ആദ്യത്തെ പ്രാവശ്യം, ഞാൻ 2 പ്രാവശ്യം ടെസ്റ്റിന് പോയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മാപ്പിട്ട് തന്നു, ഏതാണ്ട് 20 മിനിറ്റോളം. രണ്ടാമത്തെ ടെസ്റ്റിന് പുള്ളി എനിക്ക് റൂട്ട് പറഞ്ഞു തന്നു, ഇന്ന റൂട്ടിലോട്ട് പോകാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതിനുശേഷം പോകുന്ന വഴിയിൽ ഒരു ഷോ മീ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും അവരൊരു ക്വസ്റ്റ്യൻ പറയും, അത് നമ്മൾ ഷോ ചെയ്ത് കാണിക്കണം. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്ക് 1 കിലോമീറ്റർ പോകുമ്പോൾ നിർത്തത്തില്ല. സൗദിയുടെ കണക്ക് ഒരു റൗണ്ട് കറങ്ങി വരുമ്പോഴല്ല, ശരിക്കും ഏതാണ്ട് 45 മിനിറ്റ്, എനിക്ക് തോന്നുന്നു എനിക്ക് 55 മിനിറ്റ് എടുത്തു എൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിന്. നമ്മൾ ആദ്യമേ ഏതെങ്കിലും ഒരു പാർക്കിങ്, റിവേഴ്സ് പാർക്കിങ്ങോ പാരലൽ പാർക്കിങ്ങോ അല്ലെങ്കിൽ ഫോർവേഡ് പാർക്കിങ്ങോ, ഏതെങ്കിലും ഒരു പാർക്കിങ് നമ്മളെ കൊണ്ട് മസ്റ്റായിട്ട് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു എമർജൻസി ബ്രേക്കിങ്ങോ അല്ലാത്ത ബ്രേക്കിങ്ങോ എന്തെങ്കിലും ഒരെണ്ണം, 2 എണ്ണം അവർ ചെയ്യിപ്പിച്ചിരിക്കും.
എനിക്ക് എന്നെ സംബന്ധിച്ചോളം റൗണ്ട് അബൌട്ട് കറക്കി 30 കിലോമീറ്റർ 30 കിലോമീറ്റർ മൈലിൽ ഓടിപ്പിച്ചു. അതുപോലെ തന്നെ 50 കിലോമീറ്റർ മൈലിൽ ഓടിപ്പിച്ചു. പല റൗണ്ട് ഓഫ് ഇട്ട് ബ്രേക്ക് എമർജൻസി ബ്രേക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഡ്രൈവർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ റൂൾസ് തീർച്ചയായിട്ടും നമ്മൾ പാലിച്ചിരിക്കണം. ലെഫ്റ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് നോക്കുമ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ഇട്ട് ചെല്ലുമ്പോൾ അത് കറക്റ്റ് ബേ ആണോ മറ്റേ ഇതാണോ എല്ലാം നോക്കി മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരാൾക്കേ ഇവിടെ ലൈസൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു റൂൾസും ഇല്ല, റെഗുലേഷനും ഇല്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ച് 100% ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ലൈസൻസ് കിട്ടൂ എന്നുള്ളതാണ് ഇവിടുത്തെ ലൈസൻസിന്റെ പ്രത്യേകത. അപ്പൊ ഏത് ലൈസൻസ് ആണോ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിലും ശരിക്കും ഒരു ഡ്രൈവറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ UK ലൈസൻസ് തന്നെ എടുത്തിരിക്കണം. പക്ഷെ ആദ്യം ഭയങ്കര പാടായിരുന്നല്ലേ തീർച്ചയായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീർച്ചയായിട്ടും അത് കാരണം എന്ന് പറയുന്നത് നമ്മൾ റൂൾസും റെഗുലേഷനും ഇല്ലാതെ വണ്ടി ഓടിച്ച ഒരാൾക്ക്, പ്രത്യേകിച്ച് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഭയങ്കര പാടാണ് ലൈസൻസ് കിട്ടാൻ. പക്ഷെ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അധികം വണ്ടി ഒന്നും ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണല്ലോ വണ്ടി ഓടിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ രീതി ഓട്ടോമാറ്റിക് നമ്മുടെ ഗിയർ ആയാലും നമ്മുടെ ആക്സിലേറ്റർ ആയാലും നമ്മുടെ ക്ലച്ച് ആയാലും ബ്രേക്ക് ആയാലും ഓട്ടോമാറ്റിക് നമ്മൾ ഒന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കറിയാം നമുക്കൊന്നും സംഭവിക്കത്തില്ലെന്ന്, അതുകൊണ്ട് നമ്മളിങ്ങനെ ഓടിച്ചോണ്ട് പോകും. പക്ഷേ ഇവിടുത്തെ ഫസ്റ്റ് ആയിട്ട് പഠിക്കുമ്പം ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ട് അതുപോലെ അനുസരിച്ച് പഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് ഇവിടെ പഠിക്കുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് ലൈസൻസ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ഈ യു കെയിലെ ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ഇവിടുത്തെ റോഡ് ആക്സിഡൻസ് ഒക്കെ കുറവുള്ളതല്ലേ? എനിക്ക് തോന്നുന്നത് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ആക്സിഡന്റ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് സൗദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആക്സിഡന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത്രയും ആക്സിഡന്റ് ഒന്നും ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. അത്രമാത്രം വലിയ ആക്സിഡന്റ് ഒന്നും ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 45-55 മിനിറ്റ് ഒക്കെ ഡ്രൈവിങ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ ആവശ്യമില്ല. ഡ്രൈവറെ സംബന്ധിച്ചോളം വർഷങ്ങളോളം ഡ്രൈവ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഒരു 10-15 മിനിറ്റ് തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ, ഒരു 20-25 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഡ്രൈവിംഗ് അറിയാമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇവര് ഏതാണ്ട് 45-50 മിനിറ്റോളം നമ്മളെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അവർ നമുക്ക് ലൈസൻസ് തരുന്നത്. നാട്ടില് 45 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ലൈസൻസ് കിട്ടും. അതാണ് വ്യത്യാസം. ഈ 45 മിനിറ്റ് 55 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറും ഒരുപാട് മിസ്റ്റേക്സും വരാനുള്ള ചാൻസ് ഇല്ലേ? നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തീർച്ചയായും തെറ്റുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. 12 തെറ്റുകൾ ഇവിടെ ഒരു വലിയ മേജർ തെറ്റായിട്ട് മാറ്റും. 12 തെറ്റ് വരെ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ അവർ കണ്ണടയ്ക്കുന്നതായിരിക്കും. അത് മൈനറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മേജറായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവത്തില്ല. അപ്പം 12 എണ്ണം ചെറുത് വന്നു കഴിഞ്ഞാൽ ഒരു മേജറായിട്ട് മാറും. ചെറിയ ചെറിയ മിസ്റ്റേക്സും നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-ല് ലൈസൻസ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ലൈസൻസ് ലൈസൻസ് കിട്ടിയ ശേഷം നമ്മളത് സൂക്ഷിക്കുക എന്നുള്ളത് അല്ലേ? ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഒരു 6 പോയിന്റ്സ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പുതിയ ലൈസൻസ് ഉള്ളവർക്ക് 6 പോയിന്റ് ആയി കഴിഞ്ഞാൽ കട്ടായി. ഇപ്പോൾ നമ്മളൊരു ഹൈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 പോയിന്റ്സ് പോകാന്ന് പറയുമ്പോൾ തന്നെ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ 6 പോയിന്റ്സ് കഴിഞ്ഞു. അപ്പൊ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ അടയ്ക്കുകയും വേണം, ആ പോയിന്റ്സ് പോവുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പോയിന്റ്സ് ദുബൈയിലും സൗദിയിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രമാത്രം ഓവർ സ്പീഡിനൊന്നും കൊടുക്കാറില്ലെന്ന് തോന്നുന്നവര്. പക്ഷെ ഇവിടെ ഓവർ സ്പീഡിന് വരെ പോയിന്റ്സ് അവർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം അതൊരു ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാം കഷ്ടപ്പെട്ട ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ ആദ്യത്തെ 2 വർഷത്തേക്കുള്ള ഈ കൊടുക്കുന്ന പോയിന്റ്സ് ഒരു ഏറ്റവും വലിയൊരു മൈനസ് ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നു. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇവര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇവിടെയുള്ള ഡ്രൈവേഴ്സ് നല്ല കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നത്? അതെ, ഇവിടുത്തെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തുകാരൊക്കെ നല്ല കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അയലത്തെ രാജ്യത്തുള്ളവരൊന്നും ഒരു വലിയ കെയർഫുൾ ഒന്നും അല്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നത്. പക്ഷെ അവരവരുടെ ലൈസൻസ് പോകാതല്ല നോക്കിയിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്? ലൈസൻസ് പോകാതെ നോക്കിട്ട് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് തിരികെ കാണും ചെയ്ത് കഴിഞ്ഞാൽ അവർ നിർത്തി തരിക, അതുമാതിരിയുള്ള റെസ്പെക്റ്റും കാര്യങ്ങളും അകലം പാലിച്ചു എല്ലാ കാര്യങ്ങളും അവർ 100% ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയില് ലൈസൻസ് മേടിച്ച് കൈവച്ചിരിക്കുന്നതാണ് അല്ല UK-ല് ലൈസൻസ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിലേ ആക്കി കൊണ്ടുപോകുന്നത്. എന്തായാലും ലൈസൻസ് എടുക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അറിവുകൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.